ഡിയർ സ്റ്റുഡൻസ്, കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി വെൽക്കം ചെയ്യുന്നു. ഇന്ന് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കുക. അതായത് പ്രിഫറൻസ് ഷെയറുകളുടെ റിഡംഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തിയറീസും ജേണൽ എൻട്രീസും പ്രോബ്ലംസും എല്ലാമായിരിക്കും നമ്മളിനി കുറച്ച് ദിവസങ്ങൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഇതിന് മുമ്പത്തെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിന്റെ ക്ലാസ്സുകൾക്ക് വേണ്ടി കോമേഴ്സ് ക്ലാസ് പാർട്ണർ എന്ന ചാനലിന്റെ പ്ലേലിസ്റ്റ് സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് മറ്റ് സബ്ജക്റ്റുകളുടെ ക്ലാസ്സുകളും ലഭ്യമായിരിക്കും. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഈ ക്ലാസ്സും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മൾ പഠിച്ചു വെക്കേണ്ട ചില ബേസിക് ആയിട്ടുള്ള തിയറീസ് നോക്കാം. എ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് മേ ഇഫ് സോ ഓതറൈസ്ഡ് ഇറ്റ്സ് ആർട്ടിക്കിൾസ് ഇഷ്യൂ പ്രിഫറൻസ് ഷെയർസ്. അതായത് ലിമിറ്റഡ് ബൈ ഷെയർസ്, ഷെയർസിനാൽ ലിമിറ്റ് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു കമ്പനി ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ അതിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് മാക്സിമം അതിൻ്റെ ഷെയർ വാല്യൂയിലേക്ക് ലിമിറ്റ് ചെയ്തിരിക്കുന്ന അത്തരത്തിലുള്ള കമ്പനികൾ ലിമിറ്റഡ് ബൈ ഷെയർസ് കമ്പനികളാണെങ്കിൽ ഈ ഓതറൈസ്ഡ് ബൈ ഇറ്റ്സ് ആർട്ടിക്കിൾസ്, അതിൻ്റെ ആർട്ടിക്കിൾസിൽ കമ്പനികൾക്ക് ഓതറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രിഫറൻസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യാനുള്ള ഓതറൈസേഷൻ കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്യൂ പ്രിഫറൻസ് ഷെയർസ്, അത്തരം കമ്പനികൾ പ്രിഫറൻസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നു. വിച്ച് ആർ ലൈബിൾ ടു ബി റിഡീംഡ് വിത്തിൻ എ പീരീഡ് നോട്ട് എക്സീഡിങ് 20 years. സാധാരണ കമ്പനികൾക്ക് ഇത്തരത്തിലുള്ള പ്രിഫറൻസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ടു ബി റിഡീംഡ് വിത്തിൻ എ പീരീഡ് നോട്ട് എക്സീഡിങ് 20 years. 20 years എന്ന് പറയുന്നതാണ് അതിൻ്റെ മാക്സിമം കാലാവധി. അതിനുള്ളിൽ ആ പ്രിഫറൻസ് ഷെയറുകൾ റിഡീം ചെയ്യേണ്ടതാണ്. ആ പ്രിഫറൻസ് ഷെയറുകൾ നമ്മൾ തിരികെ വാങ്ങിക്കേണ്ടതാണ്. അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയറുകൾ മേലുള്ള ക്യാഷ് തിരികെ കൊടുത്തുകൊണ്ടല്ലേ ഷെയറുകൾ നമ്മൾ ബൈബാക്ക് ചെയ്യേണ്ടതാണ്. ഫ്രം ദി ഡേറ്റ് ഓഫ് ദെയർ ഇഷ്യൂ, അതിൻ്റെ ഇഷ്യൂ മുതൽ 20 വർഷങ്ങൾക്കുള്ളിൽ തന്നെ അത് നമ്മൾ തിരികെ വാങ്ങിക്കണം, അല്ലെങ്കിൽ റിഡീം ചെയ്യണം. However, infrastructure companies can issue preference shares for a period exceeding 20 years but not exceeding 30 years. ഇൻഫ്രാസ്ട്രക്ചർ കമ്പനീസിന് മാത്രം, അതായത് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് വേണ്ടിയുള്ള കമ്പനികൾ, അത്തരത്തിലുള്ള കമ്പനികൾ അവർക്ക് മാത്രം പ്രിഫറൻസ് ഷെയറുകൾക്ക് വേണമെങ്കിൽ 20 വർഷത്തിൽ കൂടുതൽ കാലാവധിയുള്ള പ്രിഫറൻസ് ഷെയറുകൾക്ക് അവർക്ക് ഇഷ്യൂ ആവുന്നതാണ്. പക്ഷേ എങ്കിൽ പോലും അത് ഇറ്റ് ഷുഡ് നോട്ട് എക്സീഡ് 30 years. 30 വർഷങ്ങൾ മാക്സിമം ആണ് പരിധി അവർക്കും. റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ആർ ദോസ് ഷെയർസ് വിച്ച് ആർ റീപേയബിൾ ആഫ്റ്റർ എ ഫിക്സഡ് പീരീഡ്. ഇപ്പോൾ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വിച്ച് ആർ റീപേയബിൾ ആഫ്റ്റർ എ ഫിക്സഡ് പീരീഡ്, ഒരു നിശ്ചിത കാലാവധിക്ക് ശേഷം അത് റീപേയബിൾ ആണ്. അതിന്മേലുള്ള ക്യാഷ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് തിരികെ കൊടുക്കേണ്ടതാണ്, ഷെയറുകൾ തിരികെ വാങ്ങിക്കേണ്ടതാണ്. ഓർ എയർലിയർ അറ്റ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി കമ്പനി, ആ ഫിക്സഡ് പീരീഡിന് ശേഷമോ അല്ലെങ്കിൽ അതിന് മുമ്പോ തന്നെ കമ്പനിയുടെ ഡിസ്ക്രിപ്ഷൻ പ്രകാരം, കമ്പനിയുടെ വിവേചന അധികാരം ഉപയോഗിച്ചുകൊണ്ട് ആ ഷെയറുകൾ തിരികെ വാങ്ങിക്കാവുന്നതാണ്. അക്കോർഡിംഗ് ടു സെക്ഷൻ 55(1) ഓഫ് ദി കമ്പനീസ് ആക്ട് 2013 55 സബ്സെക്ഷൻ 1 അനുസരിച്ച് എ കമ്പനി കനോട്ട് ഇഷ്യൂ ഇറിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. കമ്പനിക്ക് ഇറിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്, അതായത് തിരികെ വാങ്ങിക്കാൻ പറ്റാത്ത പ്രിഫറൻസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യാൻ പാടുള്ളതല്ല. അതായത് എല്ലാ പ്രിഫറൻസ് ഷെയറുകളും റിഡീമബിൾ ആയിരിക്കണം, അത് തിരികെ വാങ്ങിക്കാൻ പറ്റുന്നതായിരിക്കണം എന്നുള്ളതാണ് കമ്പനീസ് ആക്ട്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള കമ്പനീസ് ആക്ട് പറയുക. ഇനി മീനിങ് ഓഫ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്, ഈ പ്രിഫറൻസ് ഷെയറുകളുടെ റിഡംഷൻ എന്നതുകൊണ്ട് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒരു സെന്റൻസിൽ നോക്കാം. റിഡംഷൻ മീൻസ് റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ തിരികെ വാങ്ങിക്കുന്നതിനെയാണ് ഇവിടെ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. ഇപ്പോൾ ഇത് പ്രിഫറൻസ് ഷെയർ ആണെങ്കിലും ഇക്വിറ്റി ഷെയർ ആണെങ്കിലും അത് കമ്പനിയുടെ ക്യാപിറ്റലിൻ്റെ ഭാഗമാണ് അല്ലേ. അപ്പോൾ ഇവിടെ പ്രിഫറൻസ് ഷെയറുകൾ തിരികെ വാങ്ങിക്കുന്നത് ക്യാപിറ്റലിൻ്റെ റീപേയ്മെൻ്റ് ആണ്. അതായത് നമ്മൾ ഷെയറുകൾ ഇഷ്യൂ ചെയ്തുകൊണ്ട്, പ്രിഫറൻസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്തുകൊണ്ട് ആളുകളിൽ നിന്ന് പണം വാങ്ങിച്ചിരുന്നു, ക്യാപിറ്റൽ സമാഹരിച്ചിരുന്നു, അത് നമ്മൾ തിരികെ കൊടുക്കുകയാണ് അല്ലേ, റീപേയ്മെൻ്റ് ആണ് നടക്കുക. ദസ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ മീൻസ് റീപേയ്മെൻറ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ടു ദി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് അവർ നൽകിയ ഈ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ആ പണം തിരികെ നൽകുന്നതിനെയാണ് നമ്മൾ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുക. ഇനി നമുക്ക് പ്രൊവിഷൻസ് ഓർ കണ്ടീഷൻസ് ഫോർ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്, പ്രിഫറൻസ് ഷെയറുകളുടെ റിഡംഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊവിഷൻസ്, കണ്ടീഷൻസ്, പ്രത്യേകമായിട്ടുള്ള നിയമങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സെക്ഷൻ 55 ഓഫ് ദി കമ്പനീസ് ആക്ട് 2030 എ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ഇഫ് ഓതറൈസ്ഡ് ബൈ ഇറ്റ്സ് ആർട്ടിക്കിൾസ് ക്യാൻ റെഡീം പ്രിഫറൻസ് ഷെയർസ് സബ്ജക്റ്റ് ടു ദി ഫോളോവിങ് കണ്ടീഷൻസ്. നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളാണ്. കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ് ആർട്ടിക്കിൾസ് അതിന് അധികാരപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കമ്പനികൾക്ക് പ്രിഫറൻസ് ഷെയറുകൾ തിരികെ വാങ്ങിക്കാം, അല്ലെങ്കിൽ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാവുന്നതാണ് അല്ലേ. പക്ഷേ ഇറ്റ് മസ്റ്റ് ബി സബ്ജക്റ്റ് ടു ദി ഫോളോവിങ് കണ്ടീഷൻസ്, താഴെ പറയുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടായിരിക്കണം ഇത്തരത്തിലുള്ള റിഡംഷൻ നടക്കേണ്ടത്. അപ്പോൾ എന്താണ് ആ കണ്ടീഷൻസ് എന്നുള്ളത് നോക്കാം. ഒന്നാമത്തത്, ദ ഷെയർസ് ടു ബി റെഡീംഡ് മസ്റ്റ് ബി ഫുള്ളി പെയ്ഡപ്പ്. അത് റിഡീം ചെയ്യേണ്ട പ്രിഫറൻസ് ഷെയറുകൾ അത് ഫുള്ളി പെയ്ഡപ്പ് ആയിരിക്കണം. ഫുള്ളി പെയ്ഡപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഷെയറിൻ്റെ വില 100 രൂപയാണെങ്കിൽ 100 രൂപയും അടച്ചു തീർത്ത പ്രിഫറൻസ് ഷെയറുകൾ മാത്രമേ കമ്പനികൾക്ക് തിരികെ വാങ്ങിച്ചുകൊണ്ട് അതിൻ്റെ റീപേയ്മെൻറ്റുകൾ
നൽകാൻ സാധിക്കുകയുള്ളൂ. അത് പാർട്ട്ലി പെയ്ഡപ്പ് ആണെങ്കിൽ, ഉദാഹരണത്തിന് 100 രൂപയുടെ പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ 75 രൂപ വരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഫൈനൽ കോൾ 25 റുപ്പീസ് ഇനിയും വിളിക്കാനുണ്ടെങ്കിൽ ആ 25 റുപ്പീസോടെ വിളിച്ചുകൊണ്ട് പാർട്ട്ലി പെയ്ഡപ്പിനെ ഫുള്ളി പെയ്ഡ് ആക്കിക്കൊണ്ട് ആ ക്യാഷ് ഇവിടെ വാങ്ങിച്ചതിന് ശേഷം മാത്രമേ അതിൻ്റെ റിഡംഷൻ തുടങ്ങാവുള്ളൂ എന്നാണ് പറയുക. അതായത് ഷെയർസ് ടു ബി റെഡീംഡ് മസ്റ്റ് ബി ഫുള്ളി പെയ്ഡപ്പ്. നമ്മൾ റിഡീം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രിഫറൻസ് ഷെയറുകൾ ഫുള്ളി പെയ്ഡപ്പ് ആയിരിക്കണം. രണ്ടാമത്തെ നോക്കുക, ദ ഷെയർസ് ഷുഡ് ബി റെഡീംഡ് എയ്തർ ഔട്ട് ഓഫ് പ്രോഫിറ്റ്. ഈ പ്രിഫറൻസ് ഷെയറുകൾ റിഡംഷൻ നടക്കുമ്പോൾ നമുക്ക് പണം അങ്ങോട്ട് കൊടുക്കണം അല്ലേ? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പണം കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇറ്റ് ഈസ് എയ്തർ ഔട്ട് ഓഫ് പ്രോഫിറ്റ്. അങ്ങനെ പണം കൊടുക്കുന്നത്, ആ പണം കണ്ടെത്തുന്നത് ഇറ്റ് ഈസ് എയ്തർ ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ് ഓഫ് ദി കമ്പനി അവൈലബിൾ ഫോർ ഡിസ്ട്രിബ്യൂഷൻ ആസ് എ ഡിവിഡൻഡ്. ഒന്നെങ്കിൽ കമ്പനി ഡിവിഡൻഡിന് വേണ്ടി നീക്കി വെച്ചിരിക്കുന്ന തുക, അതിൽ നിന്ന്, അതായത് പ്രോഫിറ്റിൻ്റെ വീതമാണ് ഡിവിഡൻഡായിട്ട് കൊടുക്കുന്നത് അല്ലേ? അങ്ങനെയുള്ള പ്രോഫിറ്റ് ഉപയോഗിച്ചുകൊണ്ട് കമ്പനിക്ക് റിഡംഷൻ നടത്താവുന്നതാണ്. ദ ഷെയർസ് ഷുഡ് ബി റിഡീംഡ് എയ്തർ ഔട്ട് ഓഫ് പ്രോഫിറ്റ്, ഒന്നെങ്കിൽ പ്രോഫിറ്റ് ഉപയോഗിച്ചുകൊണ്ട്. നമ്മൾ ഡിബഞ്ചറിൽ കണ്ടിരുന്നു അല്ലേ? ഔട്ട് ഓഫ് പ്രോഫിറ്റ്, ഔട്ട് ഓഫ് ക്യാപിറ്റൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ രണ്ട് രീതിയിൽ കണ്ടിരുന്നു. അപ്പോൾ ഇവിടെയും ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഉപയോഗിച്ചുകൊണ്ട് റിഡംഷൻ നടത്താം. ഓർ ഔട്ട് ഓഫ് ദി പ്രൊസീഡ്സ് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ്, അല്ലെങ്കിൽ നമ്മൾ ഈ പ്രിഫറൻസ് ഷെയറുകൾ റിഡീം ചെയ്യുന്നതിന് വേണ്ടി പുതിയ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നു, ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ്, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അല്ലേ? അതിനാണ് നമ്മൾ പ്രൊസീഡ്സ് എന്ന് പറയുക. ഓർ ഔട്ട് ഓഫ് ദി പ്രൊസീഡ്സ് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് മെയ്ഡ് ഫോർ ദി പർപ്പസ് ഓഫ് റിഡംഷൻ. പ്രിഫറൻസ് ഷെയറുകൾ റിഡംഷന് വേണ്ടി ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ പുതിയതായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് പണം ലഭിക്കും അല്ലേ? ആ പണം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രിഫറൻസ് ഷെയറുകളുടെ റിഡംഷൻ നടത്താവുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് രീതിയിൽ ഔട്ട് ഓഫ് പ്രോഫിറ്റും ഓർ ഔട്ട് ഓഫ് ദി പ്രൊസീഡ്സ് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ്, രണ്ട് രീതിയിൽ റിഡംഷൻ നടത്താം. ഇനി എനി പ്രീമിയം പേയബിൾ ഓൺ റിഡംഷൻ മസ്റ്റ് ബി പ്രൊവൈഡഡ് ഔട്ട് ഓഫ് ദി പ്രോഫിറ്റ്സ് ഓഫ് ദി കമ്പനി. ഇനി നമ്മൾ പ്രീമിയത്തിലാണ് പ്രിഫറൻസ് ഷെയറുകൾ റിഡീം ചെയ്യുന്നതെങ്കിൽ എനി പ്രീമിയം പേയബിൾ ഓൺ റിഡംഷൻ, റിഡംഷൻ്റെ സമയത്ത് നമ്മൾ കൊടുക്കുന്ന അധികമായിട്ടുള്ള തുക, 100 രൂപയുടെ പ്രിഫറൻസ് ഷെയർ 110 രൂപയ്ക്കാണ് നമ്മൾ റിഡീം ചെയ്യുന്നതെങ്കിൽ ആ 10 രൂപ പ്രീമിയം എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി പ്രൊവൈഡഡ് ഔട്ട് ഓഫ് ദി പ്രോഫിറ്റ്സ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്നാണ് ഒന്നുകിൽ ആ പണം നമുക്ക് ആ പ്രീമിയം തുക കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, അല്ലെങ്കിൽ നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന പ്രോഫിറ്റ് അല്ലേ, പ്രോഫിറ്റിൻ്റെ ഒരു വീതം, അല്ലെങ്കിൽ ജനറൽ റിസർവ്, പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ ജനറൽ റിസർവ് ആയിട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന തുക. അപ്പോൾ അതെല്ലാം നമുക്ക് ഈ റിഡംഷൻ്റെ സമയത്ത് കൊടുക്കുന്ന പ്രീമിയം തുകയ്ക്ക്, ആ തുക കൊടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. ഓർ ഔട്ട് ഓഫ് ദി കമ്പനി സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട്, അല്ലെങ്കിൽ കമ്പനിക്ക് സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട്, ഇതിനു മുമ്പ് നമ്മൾ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഷെയറിന്മേൽ നമ്മൾ പ്രീമിയം കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടല്ലേ? അവിടെ ഉണ്ടാകുന്ന ആ തുക ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ റിഡംഷൻ നടക്കുമ്പോഴുള്ള പ്രീമിയം തുക കൊടുക്കാവുന്നതാണ്. പ്രീമിയം തുകയുടെ കാര്യമാണ് പറയുന്നത്. ഫ്രം ഫ്രഷ് ഇഷ്യൂ ഓർ എക്സിസ്റ്റിംഗ് ബാലൻസ്, അതായത് പുതിയ ഷെയറുകൾ നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോൾ പ്രീമിയത്തിലാണെങ്കിൽ ആ പ്രീമിയം തുക നമുക്ക് റിഡംഷന് വേണ്ടിയുള്ള പ്രീമിയം കൊടുക്കുന്നതിന് ഉപയോഗിക്കാം. ഓർ എക്സിസ്റ്റിംഗ് ബാലൻസ്, നിലവിൽ നമുക്ക് സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടെങ്കിൽ ആ തുകയും നമുക്ക് ഉപയോഗിക്കാം. എന്തിനു വേണ്ടി ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്? നമ്മൾ പ്രിഫറൻസ് ഷെയറുകൾ റിഡംഷൻ നടക്കുമ്പോൾ അത് പ്രീമിയത്തിലാണെങ്കിൽ ആ പ്രീമിയം കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ തുകകൾ ഉപയോഗിക്കാമെന്നാണ് പറയുക. ജനറലി ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ഔട്ട് ഓഫ് സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട്. സാധാരണയായിട്ട് നമ്മൾ ഈ പ്രീമിയം റിസർവ് അക്കൗണ്ട് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നാണ് നമ്മൾ ഈ പണം കൊടുക്കുക. ഇഫ് ദർ ഈസ് എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് ഓർ പ്രീമിയം ഓൺ ഫ്രഷ് ഇഷ്യൂ, നിലവിൽ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൽ നിന്ന്, അല്ലെങ്കിൽ പുതിയ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രീമിയം തുക. ഇറ്റ് മേ ഓൾസോ ബി നോട്ടഡ് ദാറ്റ് ദ റിഡംഷൻ പ്രീമിയം ക്യാൻ ബി പ്രൊവൈഡഡ് ഔട്ട് ഓഫ് എനി അതർ ക്യാപിറ്റൽ പ്രോഫിറ്റ്സ് ഇൻ അഡീഷൻ ടു ദി സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ്. ഇവിടെ നമുക്ക് റിഡംഷൻ്റെ സമയത്തുള്ള പ്രീമിയം തുക നമ്മൾ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ടിൽ നിന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നമുക്കത് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ പ്രീമിയം തുക ഇല്ല എങ്കിൽ, നിലവിൽ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് തുകയൊന്നും ഇല്ല എങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇറ്റ് ക്യാൻ ബി പ്രൊവൈഡഡ് ഔട്ട് ഓഫ് എനി അതർ ക്യാപിറ്റൽ പ്രോഫിറ്റ്സ്. സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. അതുകൂടാതെ മറ്റേതെങ്കിലും ക്യാപിറ്റൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രീമിയം തുക കൊടുക്കാവുന്നതാണ്. മറ്റേതെങ്കിലും ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് നമുക്ക് പ്രോഫിറ്റ് ഓൺ ദി സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് വിൽക്കുമ്പോഴുള്ള പ്രോഫിറ്റ് ഒരു ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള എമൗണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിച്ചും നമുക്ക് റിഡംഷൻ്റെ സമയത്തുള്ള പ്രീമിയം തുക കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം റിഡംഷൻ്റെ സമയത്ത് നമ്മൾ ഉയർന്ന തുക പ്രീമിയം കൊടുക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെ കൊടുക്കാമെന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് നോക്കാം. വേർ എനി സച്ച് ഷെയർസ് ആർ റിഡീംഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്. നമ്മൾ പ്രോഫിറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് പ്രിഫറൻസ് ഷെയറുകളുടെ റിഡംഷൻ നടത്തുന്നതെങ്കിൽ വേർ എനി സച്ച് ഷെയർസ് ആർ റിഡീംഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് അവൈലബിൾ ഫോർ ഡിവിഡൻഡ് കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ നീക്കി വെച്ചിരിക്കുന്ന പ്രോഫിറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് റിഡംഷൻ നടത്തുന്നതെങ്കിൽ ആൻ എമൗണ്ട് ഈക്വൽ ടു ദി നോമിനൽ വാല്യൂ ഓഫ് ഷെയർസ്, അതായത് നമ്മൾ റിഡംഷൻ നടത്താൻ പോകുന്ന പ്രിഫറൻസ് ഷെയറുകളുടെ
നോമിനൽ വാല്യൂ അതിന് തുല്യമായിട്ടുള്ളൊരു തുക ടു ബി റെഡീംഡ് നമ്മൾ ഈ പ്രാവശ്യം റെഡീം ചെയ്യാൻ പോകുന്ന ഷെയറുകളുടെ നോമിനൽ വാല്യൂവിൻ്റെ തുക മസ്റ്റ് ബി ട്രാൻസ്ഫേർഡ് ഔട്ട് ഓഫ് ഡിവിസിബിൾ പ്രോഫിറ്റ്സ് ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. അതായത് നമ്മൾ ഡിവിസിബിൾ പ്രോഫിറ്റിൽ നിന്ന് ഡിവിഡൻറ്റിന് വേണ്ടി നീക്കി വയ്ക്കുന്ന പ്രോഫിറ്റിൻ്റെ ഒരു വീതം നമ്മൾ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. അതിന് തുല്യമായിട്ടുള്ളൊരു തുക നമ്മൾ പ്രോഫിറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ റിഡംഷൻ നടത്തുന്നതെങ്കിൽ നമുക്ക് അതിന് തുല്യമായിട്ടുള്ള തുക എത്ര രൂപയുടെയാണോ നമ്മൾ റിഡംഷൻ നടത്തുന്നത് അതിൻ്റെ നോമിനൽ വാല്യൂവിന് തുല്യമായിട്ടുള്ള തുക നമ്മൾ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. നമ്മൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഡിബഞ്ചറിൻ്റെ റിഡംഷൻ്റെ സമയത്ത് അല്ലേ നമ്മൾ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് കണ്ടു. ഇവിടെ നമ്മൾ പ്രിഫറൻസ് ഷെയർ നമ്മൾ റിഡീം ചെയ്യുമ്പോൾ നമ്മൾ പുതുതായിട്ട് ഓപ്പൺ ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. അപ്പോൾ CRR എന്ന് പറഞ്ഞാൽ ഈ അക്കൗണ്ടിലേക്കാണ് തുക നീക്കി വയ്ക്കേണ്ടത്. എപ്പോഴാണ് നീക്കി വയ്ക്കേണ്ടത്? റിഡീംഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ റിഡംഷൻ നടത്തുന്നതെങ്കിൽ CRRലേക്ക് നമ്മൾ റിഡംഷൻ നടത്തുന്ന ഷെയറിൻ്റെ നോമിനൽ വാല്യൂവിന് തുല്യമായിട്ടുള്ള തുക നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. ഇനി ഇത് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. ഈ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് നമ്മൾ നീക്കി വയ്ക്കുന്ന തുക ഇറ്റ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഓൺലി ഫോർ ദി ഇഷ്യൂ ഓഫ് ഫുള്ളി പെയ്ഡ് അപ്പ് ബോണസ് ഷെയർസ്. നമ്മൾ ഫുള്ളി പെയ്ഡ് അപ്പ് ബോണസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് ഇത് ഉപയോഗിക്കാവുള്ളൂ. അതായത് ബോണസ് ഷെയറുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ കമ്പനിയുടെ പ്രോഫിറ്റ് അത് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യുന്നതാണ് അല്ലേ. ബോണസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്തുകൊണ്ടാണ് ആ പ്രോഫിറ്റിനെ നമ്മൾ ക്യാപിറ്റലിൻ്റെ ഭാഗമാക്കുന്നത്. നമ്മൾ ഒരു പ്രോഫിറ്റിൻ്റെ വീതം എന്ന നിലയിൽ നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഷെയറുകളാണ് ബോണസ് എന്ന് പറയുന്നത്, ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ബോണസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടി മാത്രമേ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ഉപയോഗിക്കാവുള്ളൂ. ദിസ് മീൻസ് ദാറ്റ് പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ് കനോട്ട് ബി മെയ്ഡ് ഫുള്ളി പെയ്ഡ് അപ്പ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. അതായത് പാർട്ട്ലി പെയ്ഡ് അപ്പ് ആയിട്ടുള്ള ഏതെങ്കിലും ഷെയറുകൾ ഉണ്ടെങ്കിൽ ഈ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലുള്ള തുക ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഫുള്ളി പെയ്ഡ് ആക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഏത് കാര്യത്തിന് വേണ്ടി മാത്രമേ CRR അക്കൗണ്ടിലെ തുക ഉപയോഗിക്കാവുള്ളൂ? ഫുള്ളി പെയ്ഡ് അപ്പ് ബോണസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാവുള്ളൂ അല്ലേ. ഇപ്പോൾ റിഡീംഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ റിഡംഷൻ നടത്തുന്നതെങ്കിൽ CRRലേക്ക് തുക നീക്കി വയ്ക്കണം. അത് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നതിന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. The notice of the redemption must be sent to the registrar of companies within 30 days from the date of redemption. അതായത് കമ്പനി രജിസ്ട്രാർക്ക് നമ്മൾ ഈ റിഡംഷനെ സംബന്ധിച്ചുള്ള വിവരം 30 ദിവസത്തിനുള്ളിൽ, അതായത് റിഡംഷൻ നടക്കുന്നതിൻ്റെ 30 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മളത് രജിസ്ട്രാറെ അറിയിക്കേണ്ടതാണ്. റിഡംഷൻ നടക്കുന്നതിന് മുമ്പായിട്ടുള്ള ഒരു 30 ദിവസത്തിനുള്ളിൽ നമ്മൾ നോട്ടീസ് രജിസ്ട്രാർക്ക് കൊടുക്കേണ്ടതാണ് റിഡംഷൻ നടക്കുന്നതിനെ പറ്റിയുള്ള വിവരം നൽകിക്കൊണ്ട്. ദ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഈസ് നോട്ട് ടു ബി കൺസിഡേർഡ് ആസ് എ റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ. അതായത് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ നമ്മൾ റിഡീം ചെയ്യുമ്പോൾ പ്രിഫറൻസ് ഷെയർസ് നമ്മൾ റിഡംഷൻ നടക്കുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ടു ബി കൺസിഡേർഡ് ആസ് റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ. അത് ഷെയർ ക്യാപിറ്റൽ റിഡക്ഷൻ എന്ന് കരുതാൻ പാടില്ല. അതായത് ഷെയർ ക്യാപിറ്റൽ റിഡക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റലിൻ്റെ ഒരു കുറവ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ആക്ച്വലി നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രിഫറൻസ് ഷെയറുകൾ നമ്മൾ തിരികെ വാങ്ങിക്കുകയാണ്. അപ്പോൾ നമുക്ക് ക്യാപിറ്റലിൽ കുറവുണ്ടാകുന്നുണ്ട് അല്ലേ. അതായത് പെയ്ഡ് അപ്പ് ക്യാപിറ്റലിലൊക്കെ നമുക്ക് കുറവുണ്ടാകുന്നുണ്ട്. പക്ഷേ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കമ്പനിയുടെ കമ്പനിക്ക് ഉള്ള അവകാശം അനുസരിച്ച് മാക്സിമം ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന ഷെയർ ക്യാപിറ്റലിനെയാണ് നമ്മൾ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അല്ലേ. അതിൽ മാറ്റമൊന്നും വരുന്നില്ല. കമ്പനിക്ക് ഇപ്പോഴും അത്രയും ഷെയറുകൾ വീണ്ടും ഇഷ്യൂ ചെയ്യാവുന്നുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഷെയർ ക്യാപിറ്റലിൻ്റെ റിഡക്ഷൻ അല്ല എന്ന് പറയുക. ഹെൻസ് ദ കമ്പനി മേ ഇഷ്യൂ ഷെയർസ് അപ് ടു ദി നോമിനൽ എമൗണ്ട് ഓഫ് ഷെയർസ് റിഡീംഡ്. അപ്പോൾ എത്രമാത്രം ഷെയറുകൾ റിഡീം ചെയ്യുന്നുണ്ടോ അതിനു വേണ്ടി ആ തുക കൊടുക്കുന്നതിന് വേണ്ടി കമ്പനിക്ക് വീണ്ടും ഷെയറുകൾ അതിന് തുല്യമായിട്ടുള്ള ഷെയറുകൾ കമ്പനിക്ക് ഇഷ്യൂ ചെയ്യാവുന്നുള്ളൂ. റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത് കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലിൻ്റെ റിഡക്ഷന് ആയിട്ട് കണക്കാക്കാൻ പാടില്ല. Then it should be noted that the preference shares can be redeemed either at par or at premium but not at a discount. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കി വെക്കുക. പ്രിഫറൻസ് ഷെയറുകൾ റിഡീം ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ അത് പ്രീമിയത്തിൽ റിഡീം ചെയ്യാം അല്ലെങ്കിൽ പാർ വാല്യൂയിൽ റിഡീം ചെയ്യാം. ബട്ട് നെവർ അറ്റ് എ ഡിസ്കൗണ്ട്. ഒരിക്കലും അത് ഡിസ്കൗണ്ടിൽ നമുക്ക് റിഡീം ചെയ്യാൻ സാധിക്കില്ല. ഡിസ്കൗണ്ട് റിഡീം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജേണൽ എൻട്രീസും പ്രോബ്ലംസും ഉണ്ടാവില്ല അല്ലേ. നമുക്ക് പ്രിഫറൻസ് ഷെയറുകൾ പ്രീമിയത്തിൽ റിഡീം ചെയ്യുകയോ അല്ലെങ്കിൽ പാർ വാല്യൂ റിഡീം ചെയ്യുകയോ അതിനെക്കുറിച്ചുള്ള നമുക്ക് പ്രോബ്ലംസും ഒക്കെയാണ് ജേണൽ എൻട്രീസ് ഒക്കെയാണ് പഠിക്കേണ്ടി വരിക. ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് സോഴ്സസ് ഓഫ് റിഡംഷൻ ആണ്. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു റിഡംഷന് വേണ്ടി എങ്ങനെയാണ് നമ്മൾ പണം കണ്ടെത്തുക എന്നുള്ളത് അല്ലേ. നമ്മൾ ഒരു കാര്യം പറഞ്ഞതാണ്, നോക്കുക. ദെയർ ആർ 3 സോഴ്സസ് ഓഫ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. 3 സോഴ്സുകൾ അല്ലെങ്കിൽ 3 രീതിയിൽ പ്രിഫറൻസ് ഷെയറുകൾ റിഡീം ചെയ്യാറുണ്ട്. ഒന്ന്, റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ്. നമ്മൾ റിഡംഷന് വേണ്ടിയുള്ള പണം കണ്ടെത്തുന്നത് ഷെയറുകൾ ഫ്രഷ് ആയിട്ടുള്ള പുതിയ ഷെയറുകൾ നമ്മൾ ഇഷ്യൂ ചെയ്തുകൊണ്ടാണ്. ഇക്വിറ്റി ഷെയറുകളോ പ്രിഫറൻസ് ഷെയറുകളോ മറ്റോ ഇഷ്യൂ ചെയ്തുകൊണ്ട് നമ്മൾ ഈ പ്രിഫറൻസ് ഷെയറുകൾ റിഡംഷന് വേണ്ടിയുള്ള പണം കണ്ടെത്തുന്നു. റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ്. രണ്ടാമെന്ന് പറയുന്നത് റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആണ് അല്ലേ. നിലവിലെ കമ്പനിയുടെ കൈവശമുള്ള
ഡിവിസിബിൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ ജനറൽ റിസർവ് അതിലുള്ള തുകയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ റിഡംഷൻ നടത്തുന്നു. മൂന്നാമതായിട്ട് റിഡംഷൻ പാർട്ലി ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ. നമ്മൾ പാർട്ലി ഫ്രഷ് ഇഷ്യൂ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പകുതി പ്രിഫറൻസ് ഷെയറുകൾ നമ്മൾ ഈ ഫ്രഷ് ആയിട്ടുള്ള ഇഷ്യൂ പുതിയ ഷെയറുകൾ ഇഷ്യൂ ചെയ്തുകൊണ്ട് നമ്മൾ റിഡീം ചെയ്യുന്നു. ബാക്കി പകുതി നമ്മൾ പ്രോഫിറ്റ് ഉപയോഗിച്ചുകൊണ്ട് റിഡീം ചെയ്യുന്നു അല്ലേ. അപ്പം അങ്ങനെ മൂന്നാമത്തെ രീതിയുണ്ട്. ഇനി നമുക്ക് നോക്കാം റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ്. ഷെയറുകൾ ഇഷ്യൂ ചെയ്തുകൊണ്ട് റിഡംഷൻ നടത്തുക. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അണ്ടർ ദിസ് മെത്തേഡ് ദ കമ്പനി റിഡീംസ് ദ പ്രിഫറൻസ് ഷെയർസ് ഔട്ട് ഓഫ് ദി പ്രൊസീഡ്സ് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് മെയ്ഡ് ഫോർ ദി പർപ്പസ്. അപ്പോൾ ഇവിടെ റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് ഉദ്ദേശിക്കുന്നത് കമ്പനി റിഡീംസ് ദ പ്രിഫറൻസ് ഷെയർസ് ഔട്ട് ഓഫ് ദി പ്രൊസീഡ്സ് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് മെയ്ഡ് ഫോർ ദി പർപ്പസ്. നമ്മൾ ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പുതിയ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുകയാണ് അല്ലേ. പുതിയ പ്രിഫറൻസ് ഷെയറുകളോ അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയറുകളോ നമ്മൾ ഇഷ്യൂ ചെയ്യും. അതിൽ നിന്ന് കിട്ടുന്ന പ്രൊസീഡ്സ്, സെയിൽസ് പ്രൊസീഡ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു വരുമാനം അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ റിഡീം ചെയ്യേണ്ട പ്രിഫറൻസ് ഷെയറുകൾ റിഡീം ചെയ്യുന്നു. ഇൻ അതർ വേർഡ്സ് കമ്പനി ഇഷ്യൂ ന്യൂ ഷെയർസ് എന്ന് പറയുമ്പോൾ അത് ഇക്വിറ്റി ഷെയറോ പ്രിഫറൻസ് ഷെയറോ ആകാം, ഞാൻ പറഞ്ഞു. ആൻഡ് ദ പ്രൊസീഡ്സ് ഫ്രം സച്ച് ഇഷ്യൂ ആർ യൂസ്ഡ് ഫോർ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. ദ കമ്പനി മേ ഇഷ്യൂ ഫ്രഷ് ഷെയർസ് എയ്തർ അറ്റ് പാർ ഓർ അറ്റ് പ്രീമിയം. പുതിയ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുമ്പോൾ കമ്പനി, അതായത് ഫ്രഷ് ഇഷ്യൂ ചെയ്യുമ്പോൾ റിഡംഷന് വേണ്ടി നമ്മൾ പുതിയ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ അത് പാർ വാല്യൂയിലോ അല്ലെങ്കിൽ അത് പ്രീമിയത്തിലോ ഇഷ്യൂ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാൻ സാധിക്കില്ല അല്ലേ. ഷെയറുകൾ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഇവിടെ ഫ്രഷ് ഇഷ്യൂവിൻ്റെ സമയത്ത് ചെയ്യാവുള്ളൂ. ഇറ്റ് ഷുഡ് ബി നോട്ടഡ് ദാറ്റ് ഷെയർ പ്രീമിയം ഔട്ട് ഓഫ് എ ന്യൂ ഇഷ്യൂ കനോട്ട് ബി യൂസ്ഡ് ഫോർ റിഡംഷൻ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ പുതിയ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുമ്പോൾ റിഡംഷന് വേണ്ടി പുതിയ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ആ പ്രീമിയം തുക നമ്മൾ പ്രിഫറൻസ് ഷെയറുകൾ റിഡംഷന് വേണ്ടി അതിൻ്റെ നോമിനൽ വാല്യൂ അത് നമ്മൾ തിരികെ കൊടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഷെയർ പ്രീമിയം, അതായത് പുതിയ ഷെയറുകൾ നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോൾ അത് ആ സമയത്ത് നമ്മൾ പ്രീമിയമായിട്ട് കളക്ട് ചെയ്യുന്ന തുക അത് നമ്മൾ ഈ പ്രിഫറൻസ് ഷെയറുകളുടെ റിഡംഷൻ്റെ സമയത്ത് നോമിനൽ വാല്യൂ തിരികെ കൊടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ തിരികെ വാങ്ങിക്കുന്നത് പ്രിഫറൻസ് ഷെയറുകൾ 110 രൂപ വെച്ചാണെങ്കിൽ അതിൽ 100 രൂപ കൊടുക്കുന്നതിന് വേണ്ടി അത് ഉപയോഗിക്കാൻ പാടില്ല. ബാക്കിയുള്ള 10 രൂപ ആ പ്രീമിയം കൊടുക്കുന്നതിന് വേണ്ടി, പ്രീമിയത്തിലാണ് റിഡീം ചെയ്യുന്നതെങ്കിൽ അത് കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് ഫ്രഷ് ഇഷ്യൂവിൻ്റെ സമയത്ത് കളക്ട് ചെയ്യുന്ന പ്രീമിയം തുക ഉപയോഗിക്കാം. ദിസ് മീൻസ് ദാറ്റ് ഓൺലി ഫേസ് ഓർ നോമിനൽ വാല്യൂ ഓഫ് ഷെയർസ് ഈസ് സോ ഇഷ്യൂഡ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഫോർ റിഡംഷൻ. അതായത് ദിസ് മീൻസ് ദാറ്റ് ഓൺലി ഫേസ് ഓർ നോമിനൽ വാല്യൂ ഓഫ് ഷെയർസ് സോ ഇഷ്യൂഡ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഫോർ റിഡംഷൻ. നമ്മൾ പുതിയ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ ഫേസ് വാല്യൂ അല്ലെങ്കിൽ നോമിനൽ വാല്യൂ, പുതിയ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നത് 100 രൂപയ്ക്കാണെങ്കിൽ 110 രൂപയ്ക്കാണെങ്കിൽ അതിൽ 100 രൂപ എന്ന് പറയുന്നത് നമുക്ക് പുതിയ ഈ റിഡീമബിൾ പ്രിഫറൻസ് ഷെയറുകൾ അത് തിരികെ വാങ്ങിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. ബാക്കിയുള്ള 10 രൂപ നമുക്ക് പ്രീമിയത്തിലാണ് റിഡീം ചെയ്യുന്നതെങ്കിൽ ആ പ്രീമിയം കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കാമെന്നേ ഉള്ളൂ. ഹവർ ദ ഷെയർ പ്രീമിയം ഫ്രം ദി ഫ്രഷ് ഇഷ്യൂ ക്യാൻ ബി യൂസ്ഡ് ടു പ്രൊവൈഡ് ദി ഫോർ പ്രീമിയം പേബിൾ ഓൺ റിഡംഷൻ. അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ പുതിയ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുമ്പോൾ കളക്ട് ചെയ്യുന്ന പ്രീമിയം തുക നമ്മൾ റിഡംഷൻ്റെ സമയത്ത് പ്രീമിയത്തിലാണ് അത് റിഡംഷൻ നടക്കുന്നതെങ്കിൽ ആ പ്രീമിയം തുക കൊടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഇറ്റ് മേ ഓൾസോ ബി നോട്ടഡ് ദാറ്റ് ദ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് കനോട്ട് ബി റിഡീംഡ് ബൈ ഇഷ്യൂയിങ് ഡിബഞ്ചേഴ്സ്. നമ്മളിവിടെ പറഞ്ഞു ഇക്വിറ്റി ഷെയറുകളോ പ്രിഫറൻസ് ഷെയറുകളോ ഇഷ്യൂ ചെയ്തുകൊണ്ട് മാത്രമേ റിഡംഷന് വേണ്ടിയുള്ള പണം കണ്ടെത്താവുള്ളൂ. ഒരിക്കലും പുതിയ ഡിബഞ്ചറുകൾ ഇഷ്യൂ ചെയ്തുകൊണ്ട് റിഡംഷന് വേണ്ടി പണം കണ്ടെത്താൻ പാടില്ല. അതായത് കനോട്ട് ബി റിഡീംഡ് ബൈ ഇഷ്യൂയിങ് ഡിബഞ്ചേഴ്സ്. അതും ഒരു പോയിന്റായിട്ട് ഓർത്തിരിക്കുക. ഇനി നമ്മൾ നോക്കുന്നത് ഈ ഒരു ഫ്രഷ് ഇഷ്യൂ നടത്തിക്കൊണ്ട്, ഷെയറുകളുടെ ഫ്രഷ് ഇഷ്യൂ നടത്തിക്കൊണ്ട് റിഡംഷൻ നടക്കുമ്പോഴുള്ള അക്കൗണ്ടിങ് പ്രൊസീജിയർ, അതിൻ്റെ ജേണൽ എൻട്രീസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. നോക്കാം. ഫോർ സോൾവിങ് പ്രോബ്ലംസ് ദ ഫോളോവിങ് പ്രൊസീജിയർ ഈസ് ടു ബി ഫോളോവഡ്. നമ്മൾ ജേണൽ എൻട്രി എഴുതാനുള്ള പ്രോബ്ലംസ് വരുമ്പോൾ താഴെ പറയുന്ന ഒരു പ്രൊസീജിയറാണ് ഫോളോ ചെയ്യേണ്ടത്. ഒന്ന്, ഫസ്റ്റ് സി വെദർ ദ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ആർ ഫുള്ളി പെയ്ഡ് അപ്പ്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ റിഡീം ചെയ്യാൻ പോകുന്ന പ്രിഫറൻസ് ഷെയറുകൾ ഫുള്ളി പെയ്ഡ് അപ്പ് ആണോ, അതായത് ഈ പ്രിഫറൻസ് ഷെയർ മേലുള്ള മുഴുവൻ തുകയും കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ടോ. നമുക്കറിയാം ആപ്ലിക്കേഷൻ മണിയായിട്ടും അലോട്ട് മണിയായിട്ടും പിന്നെ കോൾ മണിയായിട്ടുമാണ് പല ഘട്ടങ്ങളിലായിട്ടാണ് പണം നമ്മൾ തിരികെ വാങ്ങിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ പണം പിടിച്ചെടുക്കുന്നതെങ്കിൽ ഷെയർ മേലുള്ളത്. അങ്ങനെ മുഴുവൻ തുകയും അടച്ചു തീർത്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഫുള്ളി പെയ്ഡ് അപ്പ് ആണോ എന്ന് ചെക്ക് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുക. ഓർ പാർട്ട്ലി പെയ്ഡ് അപ്പ്, ഫുള്ളി പെയ്ഡ് അപ്പ് ആണോ അല്ലെങ്കിൽ ഭാഗികമായിട്ടുള്ള പെയ്ഡ് അപ്പ് പേയ്മെൻറ്റ് നടന്നിട്ടുള്ളതെന്ന് നോക്കുക. ഇഫ് ദേ ആർ പാർട്ട്ലി പെയ്ഡ് അപ്പ് ആണെങ്കിൽ നമുക്ക് ഫുള്ളി പെയ്ഡ് അപ്പ് ആണെങ്കിൽ കുഴപ്പമില്ല. പാർട്ട്ലി പെയ്ഡ് അപ്പ് ആണെങ്കിൽ പാസ് ദ ഫോളോവിങ് ജേണൽ എൻട്രീസ് ടു മേക്ക് ദം ഫുള്ളി പെയ്ഡ് അപ്പ്. താഴെ പറയുന്ന ജേണൽ എൻട്രികൾ നമ്മൾ പാസ്സാക്കിക്കൊണ്ട് അതിനെ ഫുള്ളി പെയ്ഡ് അപ്പ് ആക്കി മാറ്റണം. പാർട്ട്ലി പെയ്ഡ് അപ്പ് ആയിട്ടുള്ള ഷെയറുകൾ ഉണ്ടെങ്കിൽ അതിനെ ഫുള്ളി പെയ്ഡ് അപ്പ് ആക്കുന്നതിന് വേണ്ടി താഴെ പറയുന്ന ജേണൽ എൻട്രികൾ എഴുതാന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ആദ്യം നമുക്ക് പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് അറ്റ് ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. അതായത് ഇനി നമുക്ക് കിട്ടാനുള്ള തുക എത്രയാണോ അതെല്ലാം ഫൈനൽ കോൾ ആയിട്ട് നമ്മൾ വിളിക്കുകയാണ്. തിരികെ തരാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ ബാക്കിയുള്ള തുകയുടെ അടയ്ക്കാൻ പറഞ്ഞുകൊണ്ട്
ഫൈനൽ കോൾ മണി ഡ്യൂ ആവുന്ന ജേണൽ എൻട്രിയാണ് ആദ്യം എഴുതുക. പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഫൈനൽ കോൾ മണി ഡ്യൂ ആവുന്ന ജേണൽ എൻട്രി എഴുതുന്നത് അല്ലേ. അത് നമ്മൾ ആ ഒരു ജേണൽ എൻട്രി എഴുതുന്നു. നറേഷനായിട്ട് ഫൈനൽ കോൾ എമൗണ്ട് ഡ്യൂ. അതിനുശേഷം നമുക്ക് ആ പണം കിട്ടുന്ന ജേണൽ എൻട്രി എഴുതണം. ബാങ്ക് അക്കൗണ്ട് ടു പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് അല്ലേ. ഇത് ഡ്യൂ ആവുന്നത്, ഇത് അതിന്മേലുള്ള പണം കിട്ടുന്നത് അല്ലേ. ഫൈനൽ കോൾ മണി കോൾ എമൗണ്ട് റിസീവ്ഡ്. അതിനുശേഷം നമുക്ക് മേക്ക് ജേണൽ എൻട്രി ഫോർ ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് അല്ലേ. നമ്മൾ പുതിയ ഷെയറുകൾ ഇഷ്യൂ ചെയ്തുകൊണ്ടാണ് റിഡംഷൻ നടത്തുക. അതുകൊണ്ട് പുതിയ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നതിനുള്ള ജേണൽ എൻട്രിയാണ് നമുക്ക് എഴുതേണ്ടത്. ഇഷ്യൂ ഓഫ് ന്യൂ ഷെയർസ്. അത് നമുക്ക് പാർ വാല്യൂയിൽ അല്ലെങ്കിൽ പ്രീമിയത്തിൽ രണ്ട് രീതിയിൽ ഇഷ്യൂ ചെയ്യാം അല്ലേ. ഒരിക്കലും ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാനും സാധിക്കില്ല. അപ്പോൾ പാർ വാല്യൂയിലാണെങ്കിൽ എങ്ങനെ, പ്രീമിയത്തിലാണെങ്കിൽ എങ്ങനെ പുതിയ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുമ്പോൾ അത് നമുക്ക് നോക്കാം. അറ്റ് പാർ വാല്യൂയിലാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലേ. ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇത് നമ്മൾ ഒറ്റത്തവണയായിട്ട് നമ്മൾ പണം മുഴുവൻ പിരിച്ചെടുക്കുന്നു എന്ന രീതിയിലാണ് നമ്മൾ ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുക. നമ്മൾ ആപ്ലിക്കേഷൻ മണി, അലോട്ട്മെന്റ് മണി, അങ്ങനെ പല ഘട്ടങ്ങളിലൂടെയല്ല, ഒരുമിച്ച് നമ്മൾ ചെയ്യുന്ന രീതിയിൽ നമ്മൾ എഴുതുന്നു ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലേ. പാർ വാല്യൂയിലാണ് നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ. ഇനി നമുക്ക് പ്രീമിയത്തിലാണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുമ്പ് നറേഷൻ ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ നമ്മൾ കൊടുക്കാൻ മറന്നു പോകരുത്. അറ്റ് പ്രീമിയത്തിലാണെങ്കിൽ നമ്മൾ സാധാരണ പോലെയാണ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ. പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ഇവിടെ ഒറ്റത്തവണയായിട്ട് എഴുതുമ്പോൾ നമ്മൾ ബാങ്ക് അക്കൗണ്ട് അറ്റ് പ്രീമിയം ഉള്ളതുകൊണ്ട് ടു ഷെയർ ക്യാപിറ്റലിന് ശേഷം ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് എഴുതും അല്ലേ. ഇത് നോമിനൽ വാല്യൂ, ഇത് പ്രീമിയം എമൗണ്ട്. ആ രീതിയിൽ നമുക്ക് കാണിക്കണം. ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം അല്ലേ. അത് ഇനി നോക്കുക. സെക്ഷൻ 53 ഓഫ് കമ്പനീസ് ആക്ട് 2018 പ്രൊഹിബിറ്റ്സ് കമ്പനീസ് ടു ഇഷ്യൂ ഷെയർസ് അറ്റ് ഡിസ്കൗണ്ടിൽ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നതിന് കമ്പനീസ് ആക്ടിലെ ഈ ഒരു സെക്ഷൻ തടയുന്നുണ്ട്. അപ്പോൾ ഡിസ്കൗണ്ടിൽ ഷെയർ ഇഷ്യൂ ചെയ്യാൻ പാടില്ല എന്നുള്ളത് നമ്മൾ ഒന്നുകൂടെ കേൾക്കുന്നു. ഇനി റൈറ്റ് ജേണൽ എൻട്രി ഫോർ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. ഇനി നമുക്ക് റിഡംഷൻ നടക്കുകയാണ്. ആദ്യത്തെ 3 ഘട്ടങ്ങളിലൂടെയാണ് നമ്മളത് ചെയ്യുന്നത് അല്ലേ. ഒന്ന്, പാർലി പെയ്ഡപ്പ് ഷെയർ ഉണ്ടെങ്കിൽ അത് ഫുള്ളി പെയ്ഡപ്പ് ആക്കണം. അതിനുവേണ്ടി 2 ജേണൽ എൻട്രി എഴുതി. അടുത്തത് നമ്മൾ ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ്, പുതിയ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നു. അതൊന്നെങ്കിൽ പാർ വാല്യൂ അല്ലെങ്കിൽ പ്രീമിയത്തിൽ അല്ലേ, ക്വസ്റ്റ്യനിൽ പറയുന്ന പോലെ. ഇനി മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പ്രിഫറൻസ് ഷെയറുകളുടെ റിഡംഷൻ നടക്കുകയാണ് അല്ലേ. നമുക്ക് പണമെല്ലാം കണ്ടെത്തി കഴിഞ്ഞു. റിഡംഷൻ നടത്തുന്നു. വെൻ റിഡംഷൻ ഈസ് അറ്റ് പാർ. റിഡംഷൻ നടക്കുന്നത് ഒന്നുകിൽ പാർ വാല്യൂവിൽ അല്ലെങ്കിൽ പ്രീമിയത്തിൽ അല്ലേ. നമുക്ക് ഡിസ്കൗണ്ടിലും റിഡംഷൻ നടത്താൻ സാധിക്കില്ല. അപ്പോൾ വെൻ റിഡംഷൻ ഈസ് അറ്റ് പാർ വാല്യൂവിലാണ് റിഡീം ചെയ്യുന്നതെങ്കിൽ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, നമ്മൾ റിഡീം ചെയ്യാൻ പോകുന്ന പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിനെ നമ്മൾ ഇവിടെ ഡെബിറ്റ് ചെയ്ത് ക്യാൻസൽ ചെയ്യുകയാണ് അല്ലേ. റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ക്യാൻസൽ ചെയ്തുകൊണ്ട് നമ്മൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു അല്ലേ. ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. നമ്മൾ ഡിബഞ്ചർ ക്യാൻസൽ ചെയ്തപ്പോൾ ഇതുപോലെ തന്നെയാണ് അല്ലേ. ഡിബഞ്ചർ പഠിച്ചവർക്ക് ഇത് പഠിക്കാൻ എളുപ്പമാണ്. നമ്മളവിടെ ഇത്ര പെർസെൻറ്റേജ് ഡിബഞ്ചർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്നാണ് എഴുതിയത് അല്ലേ. ഇവിടെ നമ്മൾ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് എഴുതുന്നു. ഇത് ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ഇനി നമുക്ക് എന്താണ്, അതിന്മേലുള്ള പണം കൊടുക്കണം അല്ലേ. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പണം തിരികെ കൊടുക്കുന്നു. പേയ്മെൻറ്റ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അല്ലേ. ഇനി നമുക്ക് പ്രീമിയത്തിലാണ് റിഡംഷൻ നടക്കുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും ജേണൽ എൻട്രി എന്ന് നോക്കാം. സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് ഓർ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. അതായത് പ്രീമിയത്തിലാണ് നമ്മൾ റിഡംഷൻ നടത്തുന്നതെങ്കിൽ നമുക്ക് ആ പ്രീമിയം തുക ഒന്നുകിൽ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ടിൽ നിന്ന്, നമ്മൾ ഫ്രഷ് ഇഷ്യൂ നടത്തിയപ്പോൾ പ്രീമിയത്തിലാണ് ഇഷ്യൂ നടത്തിയെങ്കിൽ ആ തുക നമുക്ക് ഇതിനുവേണ്ടി ഉപയോഗിക്കാം. അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സെക്യൂരിറ്റീസ് പ്രീമിയം തുകയുണ്ടെങ്കിൽ നമുക്ക് ആ തുകയും നമുക്ക് റിഡംഷന് വേണ്ടിയുള്ള പ്രീമിയം കൊടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ, അതായത് പ്രോഫിറ്റിൻ്റെ ഒരു വീതവും നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് പ്രീമിയത്തിന് വേണ്ടി ആ തുക നീക്കി വെക്കുന്ന ജേണൽ എൻട്രിയാണ് നമ്മൾ ആദ്യം എഴുതിയിരിക്കുന്നത്. പ്രീമിയം ഓൺ റിഡംഷൻ പ്രൊവൈഡഡ് ഔട്ട് ഓഫ് സെക്യൂരിറ്റീസ് പ്രീമിയം ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ നിന്നോ നമ്മൾ പ്രീമിയം ഓർ റിഡംഷൻ നമ്മൾ പ്രീമിയത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ പ്രീമിയത്തിന് വേണ്ടിയുള്ള തുക നീക്കി വെക്കുന്ന ജേണൽ എൻട്രി ആദ്യം എഴുതുന്നു. അതിനുശേഷം നമ്മൾ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, നമ്മൾ ഡെബിറ്റ് ചെയ്ത് ക്യാൻസൽ ചെയ്ത് നമ്മൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അല്ലേ. റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയതിന് ശേഷം നമുക്ക് രണ്ടാമത് ഒന്നുകൂടെ എഴുതണം അല്ലേ. കാരണം നമ്മൾ റിഡംഷൻ നടത്തുന്നത് പ്രീമിയത്തിലാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് അക്കൗണ്ട് ഡെറ്റർ. എന്തുകൊണ്ടാണ് പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് അക്കൗണ്ട് എന്ന് പറയാൻ കാരണം, ഇത് നമ്മളെ സംബന്ധിച്ച് ഒരു ക്യാപിറ്റൽ ലോസ് ആണല്ലേ. അപ്പോൾ ലോസ് ആയതുകൊണ്ടാണ് നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യുക. നമ്മൾ പ്രിഫറൻസ് ഷെയറുകൾ തിരികെ വാങ്ങിക്കുന്നത് പ്രീമിയത്തിലാണ്, അതുകൊണ്ട് നമ്മൾ ഇതിനെ ഡെബിറ്റ് ചെയ്യുന്നു അല്ലേ. നമ്മൾ ഡിബഞ്ചറുകൾ തിരികെ വാങ്ങിക്കുന്നതും പ്രീമിയത്തിലാണെങ്കിൽ നമ്മളിവിടെ ഡെബിറ്റ് ചെയ്തിരുന്നു അല്ലേ, ക്യാപിറ്റൽ ലോസ് ആയതുകൊണ്ട്. അതുപോലെ തന്നെയാണ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഇത് രണ്ടുകൂടെ കൂട്ടി അല്ലേ, നോമിനൽ വാല്യൂയും അതിൻ്റെ പ്രീമിയോടും കൂട്ടിയുള്ള തുക പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുണ്ടെന്ന് എഴുതി വെച്ചു.
ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ ആൻഡ് പ്രീമിയം ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അല്ലേ. ഇനി നമുക്ക് ഒരു ജേണൽ എൻട്രി കൂടെ ഉള്ളൂ. എന്താണത്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പണം കൊടുക്കണം. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് അക്കൗണ്ട് അല്ലേ. ഫോർ പേയിങ് ദ എമൗണ്ട് ഡ്യൂ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനുള്ള പണം നമ്മൾ നൽകുന്നു. അപ്പോൾ ഇതേ രീതിയിലാണ് നമുക്കിനി പ്രോബ്ലങ്ങൾ ചെയ്യാൻ പോവുക. അപ്പോൾ ജേണൽ എൻട്രീസ് എന്താണ്, അതിനോടൊപ്പം തന്നെ ഇത് എഴുതുന്നതിന് മുമ്പ് നമുക്ക് ഇതുമായിട്ടുള്ള ബേസിക് തിയറീസും, അത് രണ്ട് കാര്യങ്ങൾ നമ്മൾ നോക്കി അല്ലേ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യമായിട്ട് വരും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഈ ജേണൽ എൻട്രീസ് നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് കണ്ടതിന് ശേഷം ഒന്നുകിൽ നിങ്ങളുടെ ടെക്സ്റ്റിൽ നോക്കി നിങ്ങൾ വായിച്ചു പഠിക്കുക, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ഈ ക്ലാസ് കാണുക കേട്ടോ. അതിനുശേഷം നന്നായിട്ട് ജേണൽ എൻട്രീസും എന്തുകൊണ്ടാണ് വന്നതെന്നുള്ളതെല്ലാം മനസ്സിൽ ഉറപ്പിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ക്ലാസ് കണ്ടതിന് ശേഷം കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. സംശയം ഉണ്ടെങ്കിൽ ഞാനത് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അതിനുശേഷം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം.